അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ ചൊല്ലേണ്ട, ആരാധനകൾ ചെയ്യേണ്ട, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കി തരണേ അല്ലാഹ്. എല്ലാ വേദനകൾക്കും രോഗങ്ങൾക്കും ശിഫാ നൽകണേ റഹ്മാനെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. വരുമാനമില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മജ്ലിസിന്റെ അവസാനം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം നാം ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടവർ, ഭർത്താവ് മരണപ്പെട്ടവർ, ഭാര്യ മരണപ്പെട്ടവർ, സഹോദരങ്ങൾ മരണപ്പെട്ടവർ, അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ ദുആ ഇരക്കുന്നത് വരെ കൂടെ ഉണ്ടാവണം. ആത്മാർത്ഥതയോടുകൂടെ ദിക്റുകൾ ചൊല്ലണം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സമാധാനം നൽകുമെന്ന പ്രതീക്ഷയോട് കൂടെയായിരിക്കണം അവസാനം വരെ നമ്മുടെ ദിക്ർ മജ്ലിസിൽ പങ്കെടുക്കേണ്ടത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ബൈത്തിന്റെ അർത്ഥം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ മനസ്സിലുണ്ടാകണേ. ഈ ദിക്ർ മജ്ലിസ് അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. ഭക്തി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവര്. കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, മറ്റു മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദിക്റുകൾ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. എല്ലാവരും ഈമാനോടുകൂടെ ആ ഫാത്തിഹ സൂറത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ പാരായണം ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ മുത്തുനബിയുടെ കൂടെ നാളെ സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله
الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ സവാബിന് ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ റൗള കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മദീന കൺകുളിർക്ക് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. അവിടുത്തെ ശഫാഅത്തിന് അർഹരാക്കണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ റൗളയിൽ ചെന്ന സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മദീന കണ്ണ് നിറയെ കാണാൻ, ഹൃദയം നിറയെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മദീനയിൽ പോകണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് അല്ലാ. ഞങ്ങളുടെ തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോ ഹബീബായ മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള ദിക്റാണ്. എന്തു ചോദിച്ചാലും ആ ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മൾ എന്തു ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ കബൂലാക്കണേ അല്ലാ. അതിന്റെ സവാബുകളെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വപ്നങ്ങളെ സഫലീകരിച്ചു തരണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, നല്ല ജോലി നൽകണേ അല്ലാ. റാഹത്തുള്ള ജോലി നൽകണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. മക്കൾ നല്ല നിലയിലാകുന്നത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. സ്ഥലം പോലും ഇല്ലാത്തവരുണ്ട്, വീട് വെക്കാൻ നല്ല സ്ഥലം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും സാഹോദര്യവും നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്.
ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലം നമ്മൾ എല്ലാ മജ്ലിസിലും പറയാറുള്ളതാണ്. ഒരു മജ്ലിസിലും ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു അടിമ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടെ നിൽക്കുന്നത് തൗബ ചെയ്യുമ്പോഴാണ്. റബ്ബിനോട് ചെയ്തു പോയ തെറ്റിനെ ഏറ്റുപറയുമ്പോഴാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായി മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലാനിരിക്കുന്ന ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. മഹാനായ നൂഹ് നബിയോട് അവിടുത്തെ ജനത വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്നാണ്. മുറാദുകൾ ഹാസിലാകാനുള്ള ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. أستغفر الله العظيم 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 أستغفر الله العظيم. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ സവാബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ പാപികളായി മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. അറിഞ്ഞു ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. മാപ്പ് നൽകണേ റബ്ബേ, മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ തെറ്റുകാരായി ഞങ്ങളെ ഖബറിൽ കിടത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. മുടച്ചവനെ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനേകം സ്വപ്നങ്ങളുള്ളവരാണ്, നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അസുഖങ്ങളുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ് അല്ലാ. റാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ ഇസ്തിഗ്ഫാറിന്റെ അതിമഹത്തായ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ഞങ്ങളുടെ മരുമക്കളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനേ. അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അവരെ വിജയിപ്പിക്കണേ അല്ലാ. ഖബറിന്റെ കൂരിരുട്ടിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ ഒറ്റപ്പെടലിൽ നിന്ന്, ഭീകരതയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ സ്വർഗത്തിലേക്ക് സമാധാനം എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഖബറിന്റെ ഭീകരത എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഖബറിലേക്ക് ഞങ്ങൾ നാളെ പോയി കിടക്കേണ്ടവരാണ്. വിജയിപ്പിക്കണേ അല്ലാ. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് റഹ്മാനേ. അവരുടെ പ്രിയപ്പെട്ടവരുടെ അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. കൈമുട്ട് വേദനയുള്ളവരുണ്ട്, കാൽമുട്ട് വേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, അങ്ങനെ ധാരാളം അവിടെയും ഇവിടെയുമായി ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനേ. എല്ലാവർക്കും ശമനം നൽകണേ അല്ലാ, ശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോട് ദുആ ഇരക്കുകയല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധവുമില്ല. ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതൊരു വിശ്വാസിയുടെ ആയുധമാണ്, പ്രാർത്ഥനയാണ്, ദുആ ആണ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ ആകുന്ന പ്രാർത്ഥനക്ക് മൂർച്ചയുള്ളതാക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ.
അല്ലാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ സ്വപ്നങ്ങളാണ്. നിറവേറ്റി തരണേ അല്ലാ, നിറവേറ്റി തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മനസ്സിന് സമാധാനം കിട്ടാനുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു മനോഹരമായ ആയത്താണ്. ഒരുപാട് ആളുകളുണ്ട് മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഉറങ്ങാൻ കഴിയുന്നില്ല, മരുന്ന് കഴിക്കുന്നുണ്ട് ടെൻഷൻ മാറാൻ. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ. എപ്പോഴും സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഏത് വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് ചൊല്ലാനിരിക്കുന്ന ആ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് സമാധാനം നൽകണേ الله. سلام قولا من رب رحيم، 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 سلام قولا من رب الرحيم، 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 سلام قولا من رب الرحيم. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. കടങ്ങളുടെ കാര്യത്തിൽ ടെൻഷനാണ്, അസുഖങ്ങളുടെ കാര്യത്തിൽ ടെൻഷനാണ്, മക്കളുടെ കാര്യത്തിൽ ടെൻഷനാണ്, വീട് പണിയുടെ കാര്യത്തിൽ ടെൻഷനാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലാ. ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, നീ വിചാരിച്ചാൽ മാറാത്ത ഒരു ടെൻഷനുമില്ല, നീ വിചാരിച്ചാൽ മാറാത്ത ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഓതിയ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ, അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ, മക്കളെ നന്നാക്കി തരണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഖബറിൽ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കാത്ത് രക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോക വിജയികളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റബ്ബേ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മജ്‌ലിസിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ്. ഏതൊരു ദിക്റിന്റെ മജ്‌ലിസ് ആണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ്. ആ റബ്ബിനോടുള്ള സ്മരണ ഇങ്ങനെ വർദ്ധിച്ച് 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 അപ്പോഴാണ് അള്ളാഹു നമ്മെ കബൂലാക്കുക, അപ്പോഴാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, 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 അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി,
നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു 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 നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. നീ സ്നേഹിക്കുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്നെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നത് വരെ ദിക്റുകളിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദിക്റുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്നോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് ഈ മജ്ലിസിൽ, ഈ ദിക്റിന്റെ മജ്ലിസിൽ ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാ. ആ സ്നേഹം മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ നിന്നോടുള്ള സ്നേഹം കാരണം ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ആഗ്രഹങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. എല്ലാം ഖൈറിലാക്കണേ അല്ലാ, എല്ലാം ഖൈറിലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ഇരക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും കുടുംബത്തിന്റെ മേലിലും അല്ലാഹു സ്വലാത്തും സലാമും വർഷിക്കട്ടെ എന്നതാണ് സ്വലാത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്നാൽ ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും അല്ലാഹു നിറവേറ്റി തരും. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ ശാരത്ത് ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഹബീബായ
മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്. മുറാദുകൾ ഹസ്നാക്കി തരണേ അല്ലാഹ്, സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയവരാണ്, മാപ്പ് നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നല്ല ജോലി നൽകണേ അല്ലാഹ്. നല്ല വരുമാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും മക്കളിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, ശിഫാ നൽകണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് റൗള കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മദീന കണ്ണ് നിറഞ്ഞ് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. കഅബ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ കൂട്ടുകാരനാവാനുള്ള ഒരു ദിക്റാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരിൽ, അള്ളാഹുവിനോടുള്ള അഗാധമായ ബന്ധം നിലനിർത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സ്വീകരിക്കട്ടെ. حسبنا الله ونعم الوكيل، 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 حسبنا الله ونعم الوكيل. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, മാപ്പ് നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹസ്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നന്നാക്കണേ റബ്ബേ. സമ്പത്ത് നൽകണേ അല്ലാഹ്, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. കുടുംബങ്ങൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, റഹ്മാനെ മാറ്റിത്തരണേ അല്ലാഹ്. ഉമ്മയും മരുമകളും തമ്മിൽ പ്രശ്നമാണ്, മക്കളും ഉമ്മയും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നമാണ്, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, അയൽവാസികൾ തമ്മിൽ പ്രശ്നമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്. റഹ്മാനെ, നിന്നോടുള്ള ബന്ധം ഇബ്രാഹിം നബിയുമായി നീ ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾക്കിടയിലുള്ള ബന്ധവും മനോഹരമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗം നൽകണേ അല്ലാഹ്. നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കുന്നവരാണ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, കമന്റിൽ പറയുന്നവരുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ദിക്ർ മജ്ലിസിൽ പങ്കെടുക്കുന്നത് തന്നെ നീ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരും, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന പ്രതീക്ഷയിലാണ്. റഹ്മാനെ, ഞങ്ങൾ അത് നീയത്ത് ചെയ്തിട്ടാണ് ഇവിടെ ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്.
പടച്ചവനെ, രണ്ട് ലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ രക്ഷിക്കും എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ചരിത്രത്തിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ദിക്ർ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്റാണ്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അവസാനിക്കാൻ പോകുന്നു എന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നും അള്ളാഹു തിരിച്ചു കൊണ്ടുവന്ന ജീവിതമാണ് യൂനുസ് നബിയുടേത്. അള്ളാഹുവേ, അങ്ങനെയാണ് ഞങ്ങളുടെ പലരുടെയും അവസ്ഥ. കടക്കണിയിലാണ്, ആത്മഹത്യയുടെ വക്കിലാണ്, ബാങ്കിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അള്ളാഹുവെ, വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു തിരിച്ചു നടത്തമുണ്ടെന്ന് തോന്നുന്നില്ല. റഹ്മാനെ, പടച്ചവനെ, ഒരുപാട് പ്രശ്നങ്ങളിലാണ്. എന്നാൽ മഹാനായ യൂനുസ് നബിക്ക് നീ സംരക്ഷണം നൽകിയില്ല അള്ളാഹ്. ഈ ദിക്ർ കൊണ്ട് ഞങ്ങൾക്കും അതുപോലെ ഒരു മാർഗം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഒരു നല്ല മാർഗം നൽകണേ അല്ലാഹ്. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹ്, യൂനുസ് നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകിയതുപോലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അവസാന നിമിഷങ്ങളിലാണ്, വലിയ സങ്കടങ്ങളിലാണ്, വലിയ പ്രയാസങ്ങളിലാണ്. റഹ്മാനെ, ഉറങ്ങാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ക്യാൻസർ ഉള്ളവരുണ്ട്, അല്ലാഹുവേ, ബ്ലോക്ക് ഉള്ളവരുണ്ട്, കൈകാല് വേദനകളുണ്ട്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം നൽകി നല്ല ആരോഗ്യമുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സമ്പത്ത് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ധാരാളം കടങ്ങളിൽ പെട്ടുപോയിരിക്കുകയാണ്. കൊടുത്തുവിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ഒരു മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ ദിക്റുകളുടെ നേതാവായ ദിക്ർ. മരിക്കുന്ന സമയത്ത് അല്ലാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖബറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിലെ ഹിസാബിൽ നിന്ന്, ഖബറിന്റെ ഭീകരതയിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, വന്യതയിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. നാളെ പാരത്രിക ലോകത്ത് ഞങ്ങൾ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ കൂടെ പോരുന്ന ഈ മനോഹരമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹസ്ലാക്കി തരണേ അല്ലാഹ്. ലാ ഇലാഹ
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ മനസ്സിൽ ഉറപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഭാര്യമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, അയൽവാസികളുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവരുണ്ട്. അവരുടെയൊക്കെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അൽഹംദുലില്ലയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ എല്ലാ മുറാദുകളും ഹസ്ലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. മക്കൾ, കുടുംബം, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽവാസികൾ, കൂട്ടുകാർ, ഇതൊക്കെ ഞങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ് അല്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നന്ദിയുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്മാഉൽ ഹുസ്ന കൊണ്ടൊരു മനുഷ്യൻ അതിലേതെങ്കിലും പേരിനോട് സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. വലിയ പവറുള്ള ഒരു ദിക്റുകളാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു ഖബൂലാക്കി തരട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. يا رحمن يا الله 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 يا رحمن يا الله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. രോഗിയായി നരകത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സകല വേദനകൾക്കും ശമനം നൽകണേ അല്ലാഹ്. ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. ഞങ്ങൾക്ക് മനസമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ വേദനകൾക്കും ഖൈർ നൽകണേ അല്ലാഹ്.
പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ നാമമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ അസ്മാഉൽ ഹുസ്നയുടെ നാമങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. യാ ഗഫൂറു യാ അല്ലാഹ്, 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 യാ ഗഫൂറു يا الله يا غفور 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 يا الله. അല്ലാഹുവേ, എല്ലാവരുടെ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്. റഹ്മാനേ, ഗഫാറായ നാഥാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്, സ്വപ്നങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്, ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി മറ്റൊരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ്. എല്ലാ മാർഗങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും ആ വഴികളൊക്കെ എളുപ്പമാക്കി തരുന്നവനാണ് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, ഞങ്ങളുടെ വഴികളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഞങ്ങൾക്ക് നീക്കി നല്ല ഒരു സഞ്ചാരപാത ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരണേ അല്ലാഹ്. യാ ലതീഫു യാ അല്ലാഹ്, യാ ലതീഫു യാ അല്ലാഹ്, യാ ലതീഫു യാ അല്ലാഹ്, യാ ലതീഫ് يا الله يا لطيف 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 يا الله. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്, അത് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, നിറവേറ്റി തരണേ അല്ലാഹ്. വഴി എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, വീട് പണി നടക്കുന്നുണ്ട്, നല്ലതാക്കി തരണേ അല്ലാഹ്. പെട്ടെന്ന് വീട് പണി തീർത്തിട്ട് അതിൽ താമസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസം, ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ, ഈ വഴികളിലൂടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാഹ്, മാറ്റിത്തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാമമാണ്. ഈ ലോകത്ത് മനുഷ്യരാശിക്ക് മുഴുവനും, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ നൽകുന്ന റസ്സാഖായ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പാപികളാണ് ഞങ്ങൾ, ദോഷികളാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അല്ലാഹ്. ഞങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. يا رزاق يا الله 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 يا رزاق يا الله. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ളതെല്ലാം നീ നൽകിയതാണ് അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടും, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ അവയവങ്ങളും, ഞങ്ങളുടെ കുടുംബങ്ങളും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാം നീ നൽകിയതാണ് അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ധാരാളം കുറവുകളുണ്ട്. ആരോഗ്യപരമായ, സാമ്പത്തികപരമായ ധാരാളം കുറവുകളുണ്ട്. പരിഹരിക്കണേ അല്ലാഹ്, പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകമോചനത്തിനുള്ള ദിക്റാൻ. അല്ലാഹ്, ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. اللهم اجرني من النار 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 اللهم اجرني من النار. അല്ലാഹുവേ,
ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ, നരകക്കാരിൽ പെടുത്തിക്കളയല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് നിന്റെ സ്വർഗം. ആ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നരകം നൽകല്ല അല്ലാ, നരകം നൽകല്ല അല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മജ്‌ലിസ് അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് 7 തവണ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ഇരക്കണം. ഒരുപാട് ആളുകൾ ഈ അടുത്ത് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കി കൊടുക്കട്ടെ. ഖബറിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ മാപ്പ് കൊടുക്കണേ അല്ലാ, മാപ്പ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിൽ മാപ്പിനെ എത്തിക്കണേ റഹ്മാനേ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സൂറത്തുൽ ഇഖ്ലാസിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വല്യപ്പ വല്യമ്മമാരുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. അല്ലാ, അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ ഇരുട്ടിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സൂറത്തുൽ ഇഖ്ലാസ് അവരുടെ ഖബറുകളിലേക്ക് പ്രകാശങ്ങളായി എത്തിക്കണേ അല്ലാ. ആ സന്തോഷ വാർത്ത ഈ നിമിഷം തന്നെ അറിയിക്കൂ അല്ലാ, അറിയിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആമീൻ പറയണം, ഈമാനോടുകൂടി ആമീൻ പറയണം. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. എന്താണോ പ്രശ്നങ്ങൾ മനസ്സിലുള്ളത് അത് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അത് സഫലീകരിച്ചു തരും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകും എന്നൊരു ഉദ്ദേശം മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ദുആക്ക് ആമീൻ പറയുക. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ ആയത്തുകൾ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, നല്ല ചിന്തകൾ നൽകണേ അല്ലാഹ്, നിന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ
നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ കൈമുട്ട് വേദനയുള്ളവർ, കാൽമുട്ട് വേദനയുള്ളവർ, തലവേദനയുള്ളവർ, വയറുവേദന, ഊരവേദന, കണ്ണുവേദന, ചെവിവേദന, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ രോഗങ്ങളുള്ളവരുണ്ട്. ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്, കരള് രോഗങ്ങളുള്ളവരുണ്ട്. റഹ്മാനെ എല്ല് പൊട്ടിയിട്ട് റെസ്റ്റിലായി കഴിയുന്നവരുണ്ട്. പേരറിയാത്ത രോഗങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നന്നാക്കണേ അല്ലാ. മരണം വരെ ഞങ്ങളുടെ ഖൽബിൽ നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന ദീനുള്ള നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ അവരാഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവര് പഠിക്കുന്നതൊക്കെ മനസ്സിൽ നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബുദ്ധി നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഉഖ്റവിയായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ഖബറിങ്കൽ വന്ന് ദുആ ഇരക്കുന്ന മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ധാരാളം കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, കൊടുക്കാൻ ലക്ഷങ്ങളുണ്ട് അല്ലാ. വീട് കടത്തിലാണ്, ബിസിനസ് കടത്തിലാണ്, ഓരോ മാസവും എത്ര കൊടുത്തിട്ടും വീടാത്ത കടങ്ങളുണ്ട്, ബാങ്കിലാണ്. റഹ്മാനെ ബാങ്കിൽ ആധാരങ്ങളുള്ളവരുണ്ട്, വ്യക്തികളിൽ നിന്ന് വാങ്ങിയതുണ്ട്, വസ്തുക്കൾ വാങ്ങിയതുണ്ട്, സ്വർണം വാങ്ങിയതുണ്ട്, സ്വർണം പണയത്തിലുള്ളതുണ്ട്. അല്ലാ പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ കടങ്ങൾ വിടാനുള്ള മുറാദുകൾ ഹാസിലാവാനുള്ള ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതിന്റെയൊക്കെ സവാബ് കാരണം ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കൽ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. നല്ല വരുമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്, അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ പ്രശ്നങ്ങളാണ്, അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ്. റഹ്മാനെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാക്കണേ അല്ലാ. ഊട്ടി ഉറപ്പിക്കണേ അല്ലാ. ഒരുമ നൽകണേ അല്ലാ. സഹോദര്യം നൽകണേ അല്ലാ. പരിശുദ്ധമായ മുഹറമിന്റെ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ ദുആ ഇരക്കുന്നത്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, സഹോദരങ്ങൾ വിദേശത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ നല്ല ജോലി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഉയർന്ന ജോലി തന്നെ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, കമന്റിൽ പറഞ്ഞവരുണ്ട്. അല്ലാ എല്ലാവരുടെയും ഉള്ളറിയുന്ന നാഥാ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയുന്ന റഹ്മാനേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. സ്വപ്നങ്ങൾ സഫലീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല അല്ലാ, തട്ടിക്കളയല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ്. മക്കളുടെ കല്യാണം, വിദ്യാഭ്യാസം, ഗർഭിണികളായ സഹോദരിമാർ, ഭാര്യമാർ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ ഗർഭിണികൾക്ക് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ ശൈത്താന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. അക്രമങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനകളാണ്. നിന്റെ കയ്യിൽ കൈമലർത്തുകയല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. നിന്റെ കഴിവുകൊണ്ടല്ലാതെ ഞങ്ങൾ രക്ഷപ്പെടുകയുമില്ല റഹ്മാനേ. അല്ലാ റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.